Hello my dear friends, welcome back to my channel. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സസൈസ് 8.3 ക്വസ്റ്റ്യൻ നമ്പർ 6 സോൾവ് ചെയ്തു. ഇന്ന് നമ്മൾ 7th ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ചോക്ക് കണ്ടെയ്ൻസ് കാൽഷ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ 10:3:12. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദി കാർബൺ ഇൻ ദ ചോക്ക്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് എന്താണ്? ചോക്ക് കണ്ടെയ്ൻസ് കാൽഷ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ. അതിൻ്റെ റേഷ്യോ കൊടുത്തിട്ടുണ്ട് 10:3:12. ഇത് ഓരോന്നിൻ്റെ റേഷ്യോസ് ആണ്. അപ്പോൾ കാൽഷ്യം 10%, കാർബൺ 3, ഓക്സിജൻ 12. ഇതാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചേക്കേണ്ടത് ഫൈൻഡ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ദ ചോക്ക്. കാർബണിൻ്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാർബണിൻ്റെ റേഷ്യോ എത്രയാണ്? 3 ബൈ ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 25. ഇനി ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഇത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. 100 25 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 3s are 12. 12% ആണ് നമ്മുടെ കാർബണിൻ്റെ കണ്ടൻറ്റ് ചോക്കിനകത്തുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്യാം. ഇഫ് ഇൻ എ സ്റ്റിക്ക് ഓഫ് chalk carbon is 3 gram, what is the weight of the chalk stick? Chalk stickൻ്റെ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ചോക്ക് സ്റ്റിക്ക്. നമുക്ക് ചോക്ക് സ്റ്റിക്കിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. ലെറ്റ് വെയിറ്റ് ഓഫ് ചോക്ക് സ്റ്റിക്ക് ബി എക്സ്. വെയിറ്റ് നമ്മൾ എക്സ് എടുക്കുകയാണ്. ഓക്കെ, ബി എക്സ്. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കണത്? കാർബൺ ഇൻ ദ ചോക്ക് സ്റ്റിക്ക്. ഇഫ് സ്റ്റിക്ക് ഓഫ് ചോക്ക് കാർബൺ ഇസ് 3 gram എന്നാണ് പറഞ്ഞേക്കണത്. കാർബണിൻ്റെ കണ്ടൻറ്റ് 3 grams ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ചോക്കിൻ്റെ വെയ്റ്റിൻ്റെ ചോക്ക് വെയ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 12% ആണ് എന്ത്? കാർബണിൻ്റെ കണ്ടൻറ്റ് എന്നാണ്. കാർബൺ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണെന്ന് പറഞ്ഞാൽ 3 grams എന്ന് പറഞ്ഞേക്കണം. 12% എന്താ? 12/100 ആണ്. അതായത് നമ്മുടെ ചോക്ക് സ്റ്റിക്കിൻ്റെ വെയിറ്റ്, അതാണ് എക്സ്, അതിൻ്റെ 12% ആണ് എന്ത്? കാർബൺ കണ്ടൻറ്റ്. അതായത് കാർബൺ 3 grams എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12% എന്ന് പറഞ്ഞാൽ എന്താ? 12/100. അപ്പോൾ നമ്മളിങ്ങനെ അതിന് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ജസ്റ്റ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഞാൻ മനസ്സിലാന്നിരിക്കുക. അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കണേ? ലെറ്റ് വെയിറ്റ് ഓഫ് ചോക്ക് സ്റ്റിക്ക്, നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സൽ എടുത്തു. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത് കാർബൺ 3 grams ആണ്. ചോക്കിൻ്റെ 3 grams കാർബൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ 3 grams എടുത്തേക്കണത്. അതായത് ഇപ്പോൾ ചോക്കിനകത്ത് കാർബൺ കണ്ടൻറ്റ് മാത്രം നമ്മൾ എഴുതിയേക്കണത്. അതായത് ചോക്കിൻ്റെ വെയിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ കാർബൺ കണ്ടൻറ്റ്? 12% ആണ്. അപ്പോൾ 12/100 എത്ര ഗ്രാംസ് എന്ന് പറഞ്ഞേക്കണത്? കാർബൺ 3 grams. ഇതുകൊണ്ട് ഇങ്ങനെ എടുത്തേക്കണത്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഈ 100 ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 12 is equal to 3 into 100. ഓക്കെ, 12x is equal to x into 12 ആണ് 12x, 300. x is equal to 300/12. ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 25 grams എന്ന് കിട്ടും. ഇതാണ് എന്ത്? നമ്മുടെ ചോക്കിൻ്റെ വെയിറ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.